സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ കുറേ ഷോർട്സൊക്കെ നിങ്ങൾ കുറേ പേര് വന്ന് കാണുന്നുണ്ട്, പക്ഷെ അവരാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. വൈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എൻ്റെ വീഡിയോസ്. നിങ്ങൾ ഇങ്ങനെയാണോ സൺസ്ക്രീൻ ഇടുന്നത്? ബട്ട് ഞാനിടുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു രാവിലത്തെ വ്യൂ ആണ് ഗൈസ്. രാവിലെ തന്നെ എണീറ്റ് മുകളിലോട്ട് നോക്കി അന്തവും കുന്തമില്ലാതെ നിന്നപ്പോഴുള്ളൊരു വ്യൂ ആണ്. വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തുകൊണ്ടൊരു വ്ളോഗ് ഇട്ടുകൂടാ, ലോങ് വ്ളോഗ്. ഞാൻ ഇപ്പോൾ കുറേ മാസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്തൊരു ലോങ് വ്ളോഗ് ഇടാം, ഒരു ഡേ കാണിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ സമയമില്ല, ഞാൻ ഹർബറി ആയിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻസൊക്കെ വെച്ചാണ് ഈ വ്ളോഗ് കാണുന്നതെങ്കിൽ നിങ്ങൾ കാണരുത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ കുറേ ഷോർട്സൊക്കെ നിങ്ങൾ കുറേ പേര് വന്ന് കാണുന്നുണ്ട്, പക്ഷെ അവരാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. വൈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എൻ്റെ വീഡിയോസ് ഇരുന്ന് കാണുക. ഓക്കെ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പം ഞാൻ മാക്സിമം ഇന്നത്തെ എൻ്റെ ഒരു റുട്ടീൻ കാണിക്കാൻ ശ്രമിക്കാം. ഈ ലോങ് വീഡിയോ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നറിയില്ല. ഇത് ഫുൾ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഹർബറി ആയിട്ട് റെഡി ആവട്ടെ. വാവ്, പെർഫെക്റ്റ് ആംഗിൾ. ലുക്ക് ഗൈസ്, നോക്ക് ഗൈസ്, ഈ കസേര നോക്കൂ. ഇതെൻ്റെ കുഞ്ഞിലത്തെ കസേരയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു വേറൊരു ടീഷർട്ട് ഉണ്ടായിരുന്നു, ഞാനത് തപ്പി, അത് കിട്ടുന്നില്ല. ബൈ ഗൈസ്, എൻ്റെ ടീഷർട്ട് കിട്ടിയായിരുന്നു. ഗൈസ്, നിങ്ങൾ ഇങ്ങനെയാണോ സൺസ്ക്രീൻ ഇടുന്നത്? ബട്ട് ഞാനിടുന്നത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഡൺ. ഓക്കെ, ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കിടിലോറ്റ് തലമുടിയൊക്കെ കെട്ടി ഇറങ്ങും, പക്ഷേ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ എല്ലാം ദാ കിടക്കുന്നു. സോ ടൈമില്ല, ഓടുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റൽ വ്യൂ ആണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എക്സ്റേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഈ ചേട്ടൻ്റെ ഓട്ടോയിൽ പുറത്താണ് പോയത് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് വന്നത്, നെടുമങ്ങാടാണ്. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് നേരെ മമ്മിയുടെ കണ്ണാടിയുടെ സൈഡ് ഒന്ന് പൊട്ടിപ്പോയി, അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി കടയിൽ കൊടുക്കണമായിരുന്നു. അപ്പം എക്സ്റേ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ട് അത് കാണിച്ചിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു പോവുകയാണ്. ഈ ചേട്ടൻ്റെ ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ പോയത്. ചേട്ടൻ പാവമാണ് കേട്ടോ, അടിപൊളിയാണ്. ഈ ചേട്ടൻ്റെ റിലേറ്റീവ് ആരും ഹോസ്പിറ്റലിലുണ്ട്. നമ്മൾ സെയിം ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു. അവിടെ നിന്ന് പിന്നെ ഫിസിയോതെറാപ്പി യൂണിറ്റിലോട്ടാണ് പോയത്. ഫിസിയോതെറാപ്പി യൂണിറ്റിൽ കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫിസിയോതെറാപ്പിയിലൊക്കെ കാണിച്ചു. അപ്പം ഇതൊക്കെയാണ് ഈ വ്ളോഗിലുള്ളത്. അപ്പം നിങ്ങൾ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യണം കേട്ടോ. കുറേ പേരുണ്ട് ഇങ്ങനെ വന്ന് വെറുതെ വീഡിയോസ് കണ്ടിട്ടൊന്നും ചെയ്യുക. ഇതാണ് എൻ്റെ അന്നുമോൾ. അപ്പം അന്നുമോൾ വന്നിട്ടുണ്ട്. അപ്പം ഞാനും അന്നുമോളും കൂടെ വെള്ളം എടുക്കാൻ പോവുകയാണേ. അന്നു എൻ്റെ വീഡിയോ കാണൂലേ? അന്നു എൻ്റെ വീഡിയോ ഒക്കെ കാണും ഗൈസ്, പക്ഷെ ലൈക്ക് ഷെയറിലൊന്നും ഇടൂല. ഷെയർ, സബ്സ്ക്രൈബ് അങ്ങനെ ഇടാതെ വീഡിയോസൊന്നും ഇടാതെ ആയപ്പം ചാനലിൽ വലിയ ഇതൊന്നും ഇല്ലാതെ. ഹായ്, കടയിൽ വന്നു. ഇല്ലടാ, കഴിക്കാൻ പോണേന്ന്. ഗൈസ്, അതാണ് എൻ്റെ ഫ്രണ്ട്. പേരെന്തായിരുന്നടാ? അലക്സ്. എൻ്റെ യൂട്യൂബ് ചാനലാ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഗൈസ്, എനിക്കൊരു സബ്സ്ക്രൈബും കൂടി കിട്ടി. RINI.
സോപ്പാണ്. റാണിയല്ലടാ റിനി. റിനി മതിയ. ഓക്കെ തിരിച്ചാലോ താഴെ പോയിട്ട് അപ്പം എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബറായി അവൻ നമ്മളെ ഹോസ്പിറ്റലിൽ വന്നിട്ട് പരിചയപ്പെട്ടതാണ് കേട്ടോ. ഗൈസ് നമ്മൾ സോപ്പ് വാങ്ങിക്കാൻ വന്നതാണ്. സോപ്പ് വാങ്ങിക്കാൻ വന്നപ്പോൾ വിചാരിച്ചു നമ്മൾ ന്യൂട്രീസിൽ നിന്ന് ഐസ്ക്രീം കുടിക്കാന്ന് വിചാരിച്ചു. വൈബാണല്ലേ നമ്മള്. 20 ബട്ടർ സ്കോച്ച്, 20 മാംഗോ. നമ്മൾ സോപ്പ് വാങ്ങാൻ ഇറങ്ങി ന്യൂട്രീസിൽ കയറി ഐസ്ക്രീം ഒക്കെ കുടിച്ച് ചില്ലടിച്ചിരിക്കുകയാണ്. നമ്മൾ യൂട്യൂബ് ട്രിക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സന്നുവിന് ആദ്യം ചാനലുണ്ടായിരുന്നേ, അതിൽ നല്ല വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നുവിൻ്റെ മമ്മി സീനാക്കിയപ്പോൾ ഡിലീറ്റ് ചെയ്താണ്. അങ്ങനെ നമ്മൾ സോപ്പും മേടിച്ച് ഐസ്ക്രീമും കഴിച്ച് ഐസ്ക്രീം മേടിച്ച് പോണ്. ഇതാണ് ആയിഷ. ആയിഷ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് അറിഞ്ഞിട്ട് പുള്ളിക്കാരി നേരിട്ട് വന്നിരിക്കുകയാണ്. സബ്സ്ക്രൈബ് കിട്ടിയാ? ഇത് തന്നെയാണ്. സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ടേ. ഇത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് എല്ലാ ഇതും കിട്ടും, എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് താഴെ വന്നേക്കുവാണ് ഹോസ്പിറ്റലിൻ്റെ അവിടെ. ചുമ്മാ അല്ലേ ഒന്നും ഇല്ല പറയേ. ഞങ്ങളുടെ ആ സൈഡിൽ വന്നേക്കുവാണ് റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അടിപൊളി സെറ്റപ്പ് ഒക്കെയാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര വെയിലാണ്. നമ്മൾ കുറേ തവണ ട്രൈ ചെയ്ത് ഒന്നുകിൽ ഞാൻ തെറ്റിക്കും അല്ലെങ്കിൽ അവളെ തെറ്റിക്കും. പക്ഷേ ഫെയിൽ അഗെയിൻ ട്രൈ അഗെയിൻ എന്നാണല്ലോ, നമ്മളിത് ശരിയാക്കിയിട്ട് പോവും. അപ്പം അത് ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയിൽ കൊടുക്കും. നിങ്ങളെല്ലാവരും കയറി കാണണം കേട്ടോ. ഞാൻ ചായ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്ന് 3 ഇതുണ്ട്. ഇതിൽ വെള്ളം, ബാക്കി 2 ചായ. ഒന്ന് അപ്പുറത്തെ അമ്മമ്മയ്ക്കും. ഓ വെട്ടമില്ല. വാ ഇവിടെ നല്ല വെട്ടം. ചെറിയൊരു മഴക്കോളുണ്ട്. ഇതാണ് ഇവിടുത്തെ ടെറസ്, നമ്മൾ തുണിയൊക്കെ കഴുകിയിരിക്കുന്ന സ്ഥലം. അപ്പം ഇതിൽ വെള്ളം, ഇതിൽ അപ്പുറത്തെ അമ്മമ്മയ്ക്ക് ചായ, ഇതിൽ നമുക്ക് ചായ. അങ്ങനെയാണ് വാങ്ങിക്കാൻ പോകുന്നത്. സോ മഴ പെയ്യാൻ പോകുന്നതായിട്ട് തോന്നുന്നു. നല്ല ഇരുട്ടിയാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. താഴെ കഞ്ഞി വന്നു. അവരൊക്കെ കഞ്ഞി ആക്കിയാൽ നിൽക്കുകയാണ്. അപ്പൊ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക്. അയ്യോ മഴ വന്നതുപോലെ കിടന്നു ഗൈസ്. പക്ഷേ മഴ വന്നില്ല. അതോ ആയിരിക്കുന്ന അമ്മമ്മയ്ക്കാണ് നമ്മൾ കഞ്ഞിയല്ല ചായ മേടിച്ചുകൊണ്ട് കൊടുത്തത്. അപ്പം ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും അവിടെ കഞ്ഞി കൊടുക്കുന്നത്. കഞ്ഞിയൊക്കെ വാങ്ങി. ഇന്ന് പയറ് കുറവായിരുന്നു കേട്ടോ. അത് ബാക്കല്ല, കോണ്ടാക്റ്റിൽ പോയി. അത് കോണ്ടാക്റ്റിലോട്ട് പോയി. ബാക്കോ ആ
എൻ്റെ സബ്സ്ക്രൈബറും ഞാനും കൂടി ഫുഡ് മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പം രണ്ടാമതാണ് ഞാൻ വീണ്ടും ഫുഡ് മേടിക്കാൻ വരണത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അവൻ ചോദിച്ച് അവന് ഫുഡ് മേടിക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വന്നു. ഈ ഫുഡൊക്കെ മേടിച്ച് തിരിച്ചു പോവാണ്. ആരെങ്കിലും ഒരാൾ വീഡിയോ എടുത്തേരാ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. മറ്റേ വലിയ വലിയ ആൾക്കാർ കടയിൽ പോകുമ്പോഴും എല്ലാത്തിനും പിറകെ ആള് പോവുമല്ലോ വീഡിയോ എടുക്കാൻ, അതുപോലെ ആരെങ്കിലും. ഫൈനലി ബൈ ഗൈസ്.